നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ കഴിഞ്ഞ ദിവസം അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. കളിയുടെ അവസാനത്തിലെ മൊറോക്കൻ ആരാധകരെ കളിക്കളത്തിലേക്ക് കടന്നു കയറുകയും മത്സരം തടസ്സപ്പെടുകയും പിന്നീട് കളി 1.5 മണിക്കൂറിന് ശേഷം ബാക്കിയുള്ള 3 മിനിറ്റ് കളിച്ചതുമൊക്കെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫിഫയ്ക്ക് പരാതി കൊടുത്തു. അവരുടെ ആവശ്യം മത്സരം അർജന്റീന വിജയിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് TYC സ്പോർട്സ് ആണ്. അർജന്റീൻ മാധ്യമമായിട്ട് TYC സ്പോർട്സിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ആധാരമാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പല സുഹൃത്തുക്കൾക്കും സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, അർജന്റീനക്കാരെക്കാൾ കൂടുതൽ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. പക്ഷെ അർജന്റീൻ മാധ്യമം തന്നെ ഇക്കാര്യം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഫിഫയോട് മത്സരത്തിൽ തങ്ങൾക്ക് പോയിന്റിൽ എത്തിക്കണം എന്ന തരത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു. 2-1 അർജന്റീന പരാജയപ്പെട്ടതായിട്ടാണ് മത്സരത്തിന്റെ ഫലം. അതിൽ അർജന്റീനയ്ക്ക് ആ ഒരു ഗോൾ ഡിസലവ് ചെയ്തു. അതിനോട് എതിർപ്പൊന്നുമില്ല. റഫറിങ് എറർ ഉണ്ടായി എന്ന അഭിപ്രായമില്ല. പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ഇവിടെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, മത്സരം ആദ്യം പാർഷ്യലി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു മൊറോക്കൻ ആരാധകര് ഗ്രൗണ്ടിലേക്ക് കയ്യേറിയതിന്റെ കാരണമായിട്ട്. പക്ഷെ ഇതിന്റെ വിക്ടിമായിട്ട് മാറിയത് അർജന്റീനയാണ്. മത്സരത്തിന്റെ മൊമെന്റം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഗോൾ ഡിസലവ് ചെയ്തു. കോൺസിക്വന്റ്ലി മത്സരം 2-1 അർജന്റീന പരാജയപ്പെട്ടു. ഇപ്പോൾ അർജന്റീന വിജയിച്ചതായി പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. അതിന്റെ കാരണം, ഈ റിക്വസ്റ്റ് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതല്ല. ഫിഫ വിഷയം വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എങ്കിൽ പോലും ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2015 കോപ്പ ലിബർട്ടഡോറസിൽ ബൊക്ക ജൂനിയേഴ്സും റിവർ പ്ലേറ്റും തമ്മിൽ നടന്ന മത്സരത്തിനിടയ്ക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയുണ്ടായി. അതായത് മത്സരത്തിൽ ബൊക്ക ജൂനിയേഴ്സിന്റെ ആരാധകര് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു. മത്സരം തടസ്സപ്പെട്ടു. ഒടുവിൽ കോൺമെബോൾ തീരുമാനിച്ചത് റിവർ പ്ലേറ്റ് വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ടീമിന്റെ ആരാധകരാൽ മത്സരം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ മറുഭാഗത്തെ ടീം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള പ്രീസിഡന്റ് ഉണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിശദമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഗോള് ലീഗലല്ല. ബ്രൂണോ അമിയോൻസ് അതിൽ ഓഫ്സൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ലീഗലല്ല. അത് ഡിസലവ് ചെയ്തതിൽ അർജന്റീനക്ക് പ്രശ്നമില്ല. പ്രോബ്ലം എന്ന് പറയുന്നത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡിലേ അല്ല കളിയിൽ സംഭവിച്ചത്. അൺയൂഷ്വൽ ഡിലേ ഉണ്ടായി. ആ ഒരു കാര്യം ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പെപ്പർ സ്പ്രേ വിഷയത്തിൽ എടുത്ത തീരുമാനം പോലെ, അതെന്ന് കോൺമെബോളാണ് എടുത്തത്, അതുപോലെ തീരുമാനം ഫിഫയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് അർജന്റീന ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തങ്ങൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. പക്ഷെ എന്ത് ചെയ്യും ഫിഫ എന്നുള്ളത് കണ്ടറിയണം. നിലവിലെ സാഹചര്യത്തിൽ ഈ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് സ്പോർട്സ് മിനിസ്റ്റർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, ശരിയാണ്. ഇനി അത് ഉണ്ടാവാതെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫിഫയും ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നവരും തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞു. പ്രശ്നം ഇനി ഉണ്ടാവില്ല എന്നാണ് അവിടുത്തെ മിനിസ്റ്റർ പറഞ്ഞിരുന്നത്. ചുരുക്കത്തില് ഈ വിഷയം ഇനി മറ്റു രൂപത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ അർജന്റീന ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.